കളിയിക്കാവിളയിൽ വെച്ച് നടന്ന കോറി ഉടമയുടെ കൊലപാതകത്തിൽ പ്രതിയായ ചൂഴാറ്റുകോട്ട അമ്പിളി കൊടും കുറ്റവാളിയെന്ന് പോലീസ് രേഖകൾ. അമ്പിളിക്കു പിന്നിൽ ആരെന്ന അന്വേഷണത്തിലാണ് തമിഴ്നാട് പോലീസ് സംഘം. കുറ്റകൃത്യത്തിന് പിന്നിൽ മോഷണം മാത്രമല്ല ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. കൊലയ്ക്ക് കൊട്ടേഷൻ നൽകിയത് ആരെന്ന് വെളിപ്പെടുത്താത്തത് കാരണം അമ്പിളിയെ കസ്റ്റഡിയിലിരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് തമിഴ്നാട് പോലീസ്. കൊലയ്ക്ക് പിന്നിലെ ദുരൂഹത മാറ്റാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ലെന്നാണ് വിവരം. കോറികളിൽ നിന്നും പണപ്പിരിവ് നടത്തുന്ന അമ്പിളി മുക്കുന്നിമല കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ചിരുന്നു. പ്രമുഖ കോറി ഉടമകളുമായും രഹസ്യബന്ധം സൂക്ഷിച്ചിരുന്നു. ദീപുവിൻ്റെ അടഞ്ഞുകിടന്ന കോറി തുറക്കാൻ ശ്രമിക്കുന്നുവെന്ന വിവരം അമ്പിളിക്ക് ലഭിച്ചിരുന്നു. കോറി തുറന്നാൽ മറ്റു കോറികളിൽ നിന്നും അമ്പിളിക്ക് ലഭിക്കുന്ന മാസപ്പടി കുറയുമെന്ന ചിന്ത ഇയാളിൽ ഉണ്ടായിരുന്നു എന്ന സംശയവും പോലീസിനുണ്ട്. ദീപുവും അമ്പിളിയും ചങ്ങാതിമാരായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൊല നടന്ന സ്ഥലത്തെ മെഡിക്കൽ സ്റ്റോറിലെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ കളിയിക്കാവിള പോലീസിനെ സഹായിച്ചത്. മലയത്തെ ഒളിത്താവളത്തിൽ നിന്നാണ് തമിഴ്നാട് പോലീസ് അമ്പിളിയെ പൊക്കിയത്. ഇതിനിടെ അമ്പിളിയുടെ മൊഴി തമിഴ്നാട് പോലീസ് രേഖപ്പെടുത്തി. ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെ ഉണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപുവാണ് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പിളിയുടെ മൊഴി. ഇതാണ് പോലീസിനെ വലയ്ക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ അമ്പിളി കളിയിക്കാവിളയിലെത്തി കൊലപാതകം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി. പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ ശേഷം രാത്രി 8:30 കളിയിക്കാവിളയിൽ ദീപുവിനെ കാത്തുനിന്നു. ദീപു എത്തി അമ്പിളിയും കൂട്ടി പടന്താലുമൂട് ചെക്ക് പോസ്റ്റിന് സമീപം എത്തിയ ശേഷം കാർ റോഡരികിൽ പാർക്ക് ചെയ്തു. അമ്പിളി മുൻകൂട്ടി ക്ലോറോഫോമും കട്ടർ ബ്ലേഡും സർജിക്കൽ ബ്ലേഡും കയ്യിൽ കരുതിയിരുന്നു. കാറിൻ്റെ മുൻവശത്ത് നിന്ന് വൃദ്ധൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദീപു കാറിൽ നിന്ന് പുറത്തിറങ്ങി കാറിൻ്റെ ബോണറ്റ് തുറന്നു വെച്ചു. തിരികെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം സീറ്റ് ബെൽറ്റ് ധരിച്ചു. അമ്പിളി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ദീപുവിന് നൽകിയ ശേഷം കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയപ്പോൾ ബ്ലേഡ് ഒടിഞ്ഞു. ഒടിഞ്ഞ ബ്ലേഡിൻ്റെ മുറിഞ്ഞ ഭാഗം പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കാറിൻ്റെ മുൻ സീറ്റിൽ നിന്നിറങ്ങി പിൻ സീറ്റിൽ കയറിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുക്കുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം സമീപത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ജീവനക്കാരോട് ഭാര്യയെ വിളിക്കാൻ ഫോൺ ചോദിച്ചു. വിളിച്ച ശേഷം ഭാര്യയുടെ നമ്പരായതിനാൽ ജീവനക്കാരെ കൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കളിയിക്കാവിളയിലെത്തിയ ശേഷം ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയെന്നാണ് അമ്പിളി പറയുന്നത്. ചൂഴാറ്റുകോട്ട അമ്പിളി കൊടും കുറ്റവാളിയാണെന്ന് പോലീസ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. 3 കൊലപാതക കേസുകളടക്കം 50-ലേറെ കേസുകളിൽ പ്രതിയാണ് ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന ഷാജി. അമ്പിളിയും മറ്റൊരു ഗുണ്ടയായ അമ്മയ്ക്കൊരു മകൻ സോജുവും തമ്മിലെ കുടിപ്പകയുടെ പേരിൽ തലസ്ഥാനത്ത് നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ഗുണ്ടാപ്പണി നിർത്തിയെന്ന് അവകാശപ്പെട്ട് അമ്പിളി പിന്നീട് മണൽ കടത്തിലേക്കും കോറികളിൽ നിന്നുള്ള ഗുണ്ടാപിരിവിലേക്കും തിരിയുകയായിരുന്നു. ദീപുവിനെ അമ്പിളി കൊലപ്പെടുത്തിയതിൻ്റെ കാരണം ഇപ്പോഴും ദുരൂഹമാണ്. ദീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ എവിടെ പോയെന്ന് വ്യക്തമായിട്ടില്ല. കൊലപാതകത്തിന് പിന്നാലെ കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതിൻ്റെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അമ്പിളി പിടിയിലായത്. അമ്പിളിയെ പിടികൂടാൻ തമിഴ്നാട് പോലീസ് വീട്ടിലെത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒളിത്താവളത്തിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഗുണ്ടാപ്രവർത്തനം മറയ്ക്കാൻ ആക്രി വ്യാപാരവും അമ്പിളി നടത്തുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് കടയും നടത്തുന്ന ആളാണ് ദീപു. മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാത്രി 7:30 ദീപു വീട്ടിൽ നിന്നിറങ്ങിയത്. അതേസമയം വാഹനത്തിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലെന്നാണ് പ്രതിയായ അമ്പിളി നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇയാളുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തതോടെ അത് കളവാണെന്ന് തെളിഞ്ഞു. എന്നാൽ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പണം കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം. സംഭവത്തെക്കുറിച്ച് അമ്പിളി പറഞ്ഞ കഥയും സമാനമായ കളവാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കടുത്ത മദ്യപാനിയും കരൾ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുമുള്ള അമ്പിളി പോലീസ് മർദ്ദിക്കില്ലെന്ന സാഹചര്യം മുതലെടുത്ത് പച്ചക്കള്ളം നിരത്തുകയാണെന്നാണ് തമിഴ്നാട് പോലീസ് വിശ്വസിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 5:30 മലയത്തെ ഒളിസങ്കേതത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തപ്പോഴും പ്രതി മദ്യലഹരിയിലായിരുന്നു. SI സതീഷ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുമായി തമിഴ്നാട്ടിലെത്തി. പിന്നാലെ തെളിവെടുപ്പിനായി SI അർലപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു.
இந்த கவுண்டரில் எடுத்துருவாங்க. செருப்பு 10 விடம் புரியுதா? செருப்பு 10 இழுத்தாதான் புரியுதா? ஆடு பக்கத்து விடவா? செருப்பு காரில் அடிச்சு விடுறது புரியுதா? தெரிய மாட்டேன். அந்த லைன்ல ஒரு 2 கடையில் கேமரா வாங்கிக்கிறது பார்த்தேன். இதுக்கு மேலே எதுவும் வியூ கிடைக்காது. டைம்